ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി.എഡ് ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് സെമസ്റ്ററിലെ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന പുസ്തകമാണ്. അപ്പോൾ അതിലെ ഒന്നാമത്തെ പാഠം കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന പാഠമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് പറയുന്നത് ചൈൽഡ് എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നാണ്. അപ്പോൾ പരമ്പരാഗതമായി കുട്ടികളെ അവരുടെ മാതാപിതാക്കളുടെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ്. അപ്പോൾ ഒരു നിശ്ചിത പ്രായത്തിന് താഴെയുള്ള ആളുകളെയാണ് ചൈൽഡ് എന്ന് പറയുന്നത്. അത് ഓരോ സാമൂഹിക അതുപോലെ സാംസ്കാരിക നിയമപരമായിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് എത്ര വയസ്സാണ് എന്നതിൽ വ്യത്യസ്തമാണ്. UNCRC പറയുന്നത് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള ആളുകളാണ് ചൈൽഡ് എന്ന വിഭാഗത്തിൽപ്പെടുക. ഇനി ഏതെങ്കിലും ഒരു രാജ്യം അവരുടെ രാജ്യത്തിലെ പൗരനാവാനുള്ള പ്രായം 18 അല്ലാതെ 15 ആണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആ പ്രായം 15 ആയിരിക്കും. അല്ലാത്ത എല്ലാ സ്ഥലത്തും ഒരു ചൈൽഡിന്റെ പ്രായം കണക്കാക്കപ്പെടുന്നത് 18 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. ഇപ്പോൾ നിയമത്തിന് മുന്നിൽ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഓരോ സാഹചര്യവും അതുപോലെ ഓരോ ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്ത വയസ്സുകളാണ്. ചിലയിടത്ത് 14 എന്ന് കാണാം, ചിലയിടത്ത് 18 എന്ന് കാണാം. അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് അവരുടെ എഡ്യൂക്കേഷൻ അതുപോലെ ലേബർ അങ്ങനെ മറ്റുള്ള സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് അതൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഹിസ്റ്റോറിക് ട്രീറ്റ്മെന്റ് ഓഫ് ചിൽഡ്രൻ എന്ന ഭാഗം നോക്കാം. സാമൂഹികവും സാമ്പത്തികവും മതപരവും അതുപോലെ സാംസ്കാരികപരവുമായ വിശ്വാസങ്ങൾക്കനുസരിച്ച് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന വിധം പലതരത്തിലാണ്. പുരാതന കാലഘട്ടത്തിലുള്ള ആളുകൾ കുട്ടികളെ കണക്കാക്കിയിരുന്നത് അവർ നമ്മുടെ ഭാവിയിലേക്കുള്ള സംഭാവനകളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. റോമുകാർ കണക്കാക്കിയിരുന്നത് അവർ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ പിതാക്കന്മാരുടെ സമ്പത്താണ് എന്നാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഗ്രീസിൽ വിദ്യാഭ്യാസത്തിന് പ്രത്യേകം വില നൽകിയിരുന്നു. എന്നാൽ ഈ മധ്യകാലഘട്ടമായപ്പോൾ അവരുടെ കുട്ടികളെ കണക്കാക്കിയിരുന്നത് വലിയ ആളുകളുടെ മിനിയേച്ചറായിട്ടാണ് കുട്ടികളെ കണക്കാക്കിയിരുന്നത്. എന്ന് പറഞ്ഞാൽ അവർ വലിയ ആളുകളാവുന്നതിന് മുമ്പ് തന്നെ അവർ ജോലി ചെയ്ത് തുടങ്ങണം. എന്നാൽ കുറച്ചൊക്കെ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ആളുകൾ ചൈൽഡ്ഹുഡിന് വളരെ വലിയൊരു പ്രാധാന്യം നൽകിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ഈ വ്യാവസായിക വിപ്ലവം വന്നതോടുകൂടെ കുട്ടികൾ നിർബന്ധിതമായി പണിക്ക് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയായി. ഇത് മുഖേന തന്നെ കുറെ ലേബർ റിഫോംസുകൾ ഉണ്ടാവാനും വഴിയൊരുക്കി. 1989 UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് കുട്ടികളുടെ മൗലികമായിട്ടുള്ള അവർക്കുള്ള വിദ്യാഭ്യാസം അതുപോലെ ചൂഷണങ്ങളിൽ നിന്നൊക്കെയുള്ള സംരക്ഷണം തുടങ്ങിയിട്ട് അവർക്ക് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉറപ്പു നൽകുകയുണ്ടായി. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ചൈൽഡ് റൈറ്റ്സ് എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നാണ്. ഇപ്പോൾ ചൈൽഡ് റൈറ്റ്സിനെ കണക്കാക്കിയിരുന്നത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ഡെവലപ്മെന്റിനും അതുപോലെ അവരുടെ പ്രൊട്ടക്ഷനും സൊസൈറ്റിയിലുള്ള പാർട്ടിസിപ്പേഷനൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾക്കാണ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം ഈക്വാലിറ്റി, അതുപോലെ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതിരിക്കുക, അതുപോലെ കുട്ടികൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതൊക്കെയാണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക നിയമങ്ങൾ ഉറപ്പുവരുത്തുന്ന അന്താരാഷ്ട്ര ഉടമ്പടി, ആദ്യത്തെ ഉടമ്പടിയാണ് UNCRC എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഈ ചൈൽഡ് റൈറ്റ്സ് എന്നത് കുട്ടികളുടെ വെൽബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പോളിസികളും കുറച്ച് നിയമങ്ങളും വരച്ചു കാട്ടുന്നു എന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റുകളും അതുപോലെ നാട്ടിലുള്ള കമ്മ്യൂണിറ്റികളും കുടുംബങ്ങളും അതുപോലെ ഓരോ വ്യക്തികളും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റികൾ ചെയ്തു വരുന്നു. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് റൈറ്റ് എന്നതിൻ്റെ അർത്ഥം എന്താണ്. അപ്പോൾ ഈ റൈറ്റ് എന്ന വാക്ക് നീഡ്സ്, ആവശ്യം, അതുപോലെ ഡിസയർ, ആഗ്രഹം എന്നീ പദങ്ങളിൽ നിന്നുണ്ടായതാണ്. എങ്കിലും ഇവിടെ ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആ റൈറ്റ്സിൻ്റെ അർത്ഥം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറാതെ കുട്ടികൾക്ക് അവർക്ക് വേണ്ട ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്കാണ്
റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ചൈൽഡ് റൈറ്റ്സ് എന്നതിൻ്റെ അർത്ഥം എന്താണ്. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചൈൽഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതും ഹ്യൂമൻ റൈറ്റ്സിൽ പെട്ടത് തന്നെയാണ്. എന്നാൽ അതിൽപ്പെട്ട 18 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ചില നിയമങ്ങളാണ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ചൈൽഡ് റൈറ്റ്സിൽ മറ്റുള്ള ഹ്യൂമൻ റൈറ്റ്സുകൾക്ക് പുറമെ അവരുടെ കുട്ടികളുടെ സർവൈവൽ, അതുപോലെ അവരുടെ പ്രൊട്ടക്ഷൻ, സമൂഹത്തിലുള്ള പാർട്ടിസിപ്പേഷൻ, അതുപോലെ അവരുടെ വികാസം എന്നീ കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കുന്നു. 1989 നടന്ന UNCRC പ്രകാരം 18 വയസ്സിന് താഴെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ രാജ്യത്ത് എത്ര വയസ്സാണോ ഒരു പൗരന് കണക്കാക്കുന്നത്, ആ വയസ്സിന് താഴെയുള്ള ആളുകൾ അവരുടെ മതമോ ജാതിയോ, അവരുടെ വർഗം, കളറ്, അതുപോലെ ജെൻഡർ, ഭാഷ, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ഒറിജിൻസ്, അതുപോലെ സമ്പത്ത്, അവരുടെ ബർത്ത് സ്റ്റാറ്റസ്, കഴിവ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നോക്കാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഫ്രീഡം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് ഉറപ്പുവരുത്തുന്നു. അടുത്തതായി പറയാൻ പോകുന്നത് ചൈൽഡ് റൈറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്. 1 ഇൻഹറൻറ്റ് ഡിഗ്നിറ്റി ആൻഡ് ഈക്വാലിറ്റി, 2 സർവൈവൽ ആൻഡ് ഡെവലപ്മെൻറ്റ്, 3 പ്രൊട്ടക്ഷൻ ഫ്രം ഹാം, പിന്നെ അടുത്തത് പാർട്ടിസിപ്പേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ, ഐഡൻറ്റിറ്റി ആൻഡ് ഫാമിലി, നോൺ ഡിസ്ക്രിമിനേഷൻ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചൈൽഡ് റൈറ്റ്സ് അത് ഓരോ രാജ്യത്തിനും അവരുടെ ലക്ഷ്യങ്ങൾക്കും അതുപോലെ ഓരോ നിയമങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് ചൈൽഡ് റൈറ്റ്സിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. യുണൈറ്റഡ് നേഷൻസ് കോൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്, ചൈൽഡ് റൈറ്റ്സിന് നൽകുന്ന ഡെഫിനിഷൻ, അതായത് UNCRCയുടെ ആർട്ടിക്കിൾ 1 പ്രകാരം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ സർവൈവൽ, അതുപോലെ അവരുടെ ഡെവലപ്മെൻറ്റ്, പ്രൊട്ടക്ഷൻ, പാർട്ടിസിപ്പേഷൻ എന്നീ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നതാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള കുറേ അന്തർദേശീയ കൺവെൻഷനുകളിൽ ഈ ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഇന്റർനാഷണൽ കോൺവെന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, അതുപോലെ മറ്റൊന്നാണ് ഇന്റർനാഷണൽ കോൺവെന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. ഈ പറയപ്പെടുന്ന ഈ പരിപാടികളിലെല്ലാം ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതിലെല്ലാം കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ, അതുപോലെ അവർക്ക് പരമാവധി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ, അവർക്ക് ആവശ്യമായിട്ടുള്ള സാമൂഹിക സേവനങ്ങൾ എന്നിവയൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അടുത്തതായി പറയാൻ പോകുന്നത് ദ വേൾഡ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഫോർ യൂത്ത്. ഇത് യൂത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ്. യുവാക്കളായ ആളുകളുടെ അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ കഴിവുകൾ സമൂഹത്തിന് വേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ എല്ലാ ഹ്യൂമൻ റൈറ്റ്സുകളും, അവരുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുത്തുന്നതിന് ഈ പ്രോഗ്രാം ഊന്നൽ നൽകുന്നു. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു ഓരോ രാജ്യത്തും അവരുടെ സാമൂഹിക, അതുപോലെ അവരുടെ നിയമങ്ങൾക്കും അതുപോലെ അവരുടെ സിറ്റുവേഷൻസിനും അനുസരിച്ച് ഈ ഹ്യൂമൻ റൈറ്റ്സ് വ്യത്യസ്ത തരത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി പറയാൻ പോകുന്നത് ഗവൺമെന്റേതര സംഘടനകൾ ചൈൽഡ് റൈറ്റ്സിന് നൽകിയ ഡെഫിനിഷനാണ്. അപ്പോൾ അത് ഒരുപാട് ഗവൺമെന്റേതര സംഘടനകൾ ചൈൽഡ് റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ചൈൽഡ് റൈറ്റ്സിന് വ്യത്യസ്ത തരത്തിലുള്ള ഡെഫിനിഷനുകൾ നൽകിയിട്ടുണ്ട്. അതിലെല്ലാം ഏറ്റവും പ്രധാനമായി നൽകുന്നത് എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ, അതുപോലെ അവരുടെ പ്രൊട്ടക്ഷൻ, വയലൻസുകളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ നൽകുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളിലൊക്കെ പറയുന്നത്. അതുപോലെ യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഇതിൽ കുറച്ച് ഗോൾസുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ 4-ാമത്തെയും 16-ാമത്തെയും ഗോള് കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അതുപോലെ അവരുടെ പ്രൊട്ടക്ഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള നീതി തുടങ്ങിയ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. അതിൽ 4-ാമത്തെ ഗോളിൽ പറയുന്നത് അവർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക എന്നതാണ്. 16-ാമത്തെ ഗോളിൽ പറയുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള നീതി, സമാധാനം, അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുക എന്നതാണ് പറയുന്നത്. ഇനി
അടുത്തതായി പറയാൻ പോകുന്നത് ഇന്ത്യൻ നിയമത്തിൽ തന്നെ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, പല സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു വിദ്യാഭ്യാസത്തിലുള്ള ചൈൽഡ് റൈറ്റ്സ് അല്ല, ചൈൽഡ് എന്ന പരിഗണനയല്ല മാരേജിന്റെ അവിടെ, അതുപോലെ എഡ്യൂക്കേഷൻ, അങ്ങനെ ഓരോ തരത്തിലും വ്യത്യസ്തമാണ്. അപ്പൊ ഇന്ത്യൻ സാഹചര്യത്തിലുള്ള ചൈൽഡ് ആരാണ്, ഒരു ചൈൽഡ് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികളാണ് എന്ന് വ്യത്യസ്തമാണ്. അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിലുള്ള അങ്ങനത്തെ വ്യത്യസ്ത തരം നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ജുവലിൻ ജസ്റ്റിസ് ആക്ട് ആണ്. അത് 2015 നിലവിൽ വന്നതാണ്. അത് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്. ഇതിൽ ചൈൽഡ് എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവർ നിയമത്തിനെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുക എന്നതിലുപരി അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷനും കെയറും നൽകുക, അതുപോലെ അവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുക എന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു നിയമമാണ് ഇത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ചൈൽഡ് ലേബർ ആക്ട്. അത് 1986 നിലവിൽ വന്നതാണ്. ഇതനുസരിച്ച് ഒരു കുട്ടിയുടെ പ്രായം അത് 14 വയസ്സിന് താഴെയാണ്. ഇത് ആ കുട്ടിയുടെ 14 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾ അവർക്ക് പ്രയാസപ്പെടുത്തുന്ന ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ നിന്ന് തടയുന്നു, അവർക്കുള്ള പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുന്നു. അടുത്തത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE 2009 നിലവിൽ വന്ന ഒരു ആക്റ്റാണത്. ഇത് പറയുന്നത് പ്രകാരം ഇതിൽ പറയുന്ന ചൈൽഡ് എന്ന് പറഞ്ഞാൽ 6 വയസ്സിനും 16 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ്. അപ്പോൾ ഈ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധവും അതുപോലെ ഫ്രീയുമായിട്ട് സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന് പറയുന്നുണ്ട്. അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്, പോസ്കോ ആക്ട് 2012 നിലവിൽ വന്നതാണ്. ഇത് പ്രകാരം ചൈൽഡ് എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെ തടയുന്ന ഒരു നിയമമാണ് ഇത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006 നിലവിൽ വന്നതാണ്. ഇത് പ്രകാരം ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ആണാണെങ്കിൽ 21 വയസ്സും പെണ്ണാണെങ്കിൽ 18 വയസ്സുമാണ്. അപ്പോൾ ആ പ്രായത്തിന് താഴെയുള്ള ആളുകൾക്ക് ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് അതിൽ പറയുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, NCPCR ആക്ട് 2005 നിലവിൽ വന്നതാണ്. ഇതിൽ ചൈൽഡ് എന്നതിന് പ്രത്യേകിച്ച് ഒരു മാനദണ്ഡം പറയുന്നില്ല, എത്ര വയസ്സിന് താഴെയുള്ള ആളുകളാണ് ചൈൽഡ് എന്ന രീതിയിൽ പറയുന്നില്ല. മറിച്ച് ഇതിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിയമങ്ങളും അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോളിസികളും കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി ഇത് പറയുന്നുണ്ട്.